വലിയൊരു യുദ്ധം ജയിക്കാൻ UDF തയ്യാറെടുക്കുന്നു. ചില്ലറ യുദ്ധമൊന്നുമല്ല, വലിയൊരു യുദ്ധം. ആ യുദ്ധം ജയിക്കാൻ CPM ശ്രമിക്കുമ്പോൾ അവിടെ പിടിച്ചെടുക്കാൻ, ആ യുദ്ധത്തിൽ വിജയിക്കാൻ കോൺഗ്രസും ശ്രമിക്കുന്നു. എന്തായാലും മണ്ഡലം നെയ്യാറ്റിൻകരയാണ്. തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകര മണ്ഡലം ഇപ്പോൾ പ്രതിനിധാനം ചെയ്യുന്നത് ആൻസലനാണ്. ആൻസലൻ വളരെ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പണ്ടത്തെ CPM നേതാവിനെ തിരഞ്ഞെടുത്ത് യുദ്ധ രംഗത്തേക്ക് ഇറക്കാൻ CPM തീരുമാനിച്ചിരിക്കുന്നു. അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥികൾ കടന്നു വരുമ്പോൾ അപ്രതീക്ഷിതമായി അവർ വലിയ ഒരു മുൻകൈ നേടുകയും ചെയ്യും. ഇപ്പോൾ തിരുവനന്തപുരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാറശാലയിൽ നിന്ന് മത്സരിച്ചത് ഹരീന്ദ്രനായിരുന്നുവെങ്കിൽ നെയ്യാറ്റിൻകരയിൽ നിന്ന് മത്സരിച്ചത് ആൻസലൻ ആയിരുന്നു. ആൻസലൻ വലിയ ഭൂരിപക്ഷത്തിലാണ് നെയ്യാറ്റിൻകരയിൽ നിന്ന് ജയിച്ചു കയറിയത്. അതിന് ഒരുപാട് ഘടകങ്ങൾ അദ്ദേഹത്തിന് പിന്തുണ നൽകി. പ്രത്യേകിച്ചും നാടാർ സമുദായത്തിൻ്റെ വോട്ട്, അത് അദ്ദേഹത്തിന് വലിയൊരു പിന്തുണയാണ് നൽകിയത്. എന്തായാലും ആൻസലൻ ജയിച്ചു കയറിയ സന്ദർഭത്തിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അടുത്തു വരവേ തിരുവനന്തപുരത്ത് ആൻസലനെ തോൽപ്പിക്കേണ്ടത് കോൺഗ്രസിൻ്റെ ഒരു അനിവാര്യതയാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ശക്തനായ സ്ഥാനാർത്ഥിയെ അവിടെ നിർത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. അത് മറ്റാരുമല്ല, വിനോദ് സെന്നാണ്. വിനോദ് സെന്നിന് ഒരു ചരിത്രമുണ്ട് പറയാൻ. അയാൾ ഒരു കാലത്ത് SFIയുടെ നേതാവായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ പാർട്ടി പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ചൊല്ലി തരം താഴ്ത്തി അദ്ദേഹം തലകുനിച്ച് മടങ്ങിപ്പോകുമ്പോൾ നെഞ്ചു പിരിച്ച് തിരിച്ചെത്തുമെന്നുള്ളത് CPMന് കഴിയാതെ പോയി. എന്തായാലും നെയ്യാറ്റിൻകരയിൽ യുദ്ധം മുറുകുമ്പോൾ അതിന് അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥിയെ UDF മുൻനിർത്തുമ്പോൾ അത് ഒരു തരംഗം തന്നെയായി മാറും എന്നതിൽ വലിയ ഒരു സംശയമൊന്നുമില്ല. വിനോദ് സെൻ മത്സരിച്ചു കഴിഞ്ഞാൽ ജയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. വിനോദ് സെന്നും നമ്മുടെ ഇപ്പോഴത്തെ MLAയും തമ്മിൽ നല്ല ബന്ധത്തിലാണ് എന്നുള്ളതിൽ ഉപരി അവർ കുടുംബപരമായി രക്തബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ രക്തബന്ധത്തിലുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആൻസലിനെതിരായി വിനോദ് സെൻ മത്സരിക്കാൻ തീരുമാനം എടുക്കുമ്പോൾ അത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് അടക്കമുള്ള എല്ലാവരും അംഗീകരിക്കുമ്പോൾ അതൊരു വലിയ ഒരു ട്വിസ്റ്റായി മാറും നെയ്യാറ്റിൻകരയിൽ. കുറേ കാലമായി നെയ്യാറ്റിൻകര CPMന് ബാലികറ മലയായിരുന്നു. ആ നെയ്യാറ്റിൻകര CPMന് വേണ്ടി പിടിച്ചെടുത്തത് മറ്റാരുമല്ല, ആൻസലൻ ആയിരുന്നു. ആൻസലൻ നെയ്യാറ്റിൻകരയിൽ ശക്തമായ ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ട് ഇരിക്കുന്നത്. എന്തായാലും ഈ സന്ദർഭത്തിൽ 2026 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ ആൻസലൻ അനിശ്ചിതനായി തുടരുന്ന സന്ദർഭത്തിൽ കോൺഗ്രസ് എറിഞ്ഞിരിക്കുന്ന തുറുപ്പ് ചീട്ടാണ് വിനോദ് സെൻ. ഒരു കാലത്ത് CPMൻ്റെ എല്ലാമായിരുന്നു. CPMൻ്റെ വടക്കൻ മേഖലകളിൽ, തിരുവനന്തപുരത്തെ വടക്കൻ മേഖലകളിൽ ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ച നേതാവായിരുന്നു.
അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പിന്നീട് മുന്നോട്ട് പോയി. CPM വിട്ട് അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നു. CPM വിട്ട് അദ്ദേഹം കോൺഗ്രസിൽ ചേരുമ്പോൾ അത് ആത്മഹത്യാപരമായിരുന്നു എന്ന് പലരും അദ്ദേഹത്തോട് പറഞ്ഞതാണ് എന്നാണ് എൻ്റെ അറിവ്. പക്ഷേ അദ്ദേഹം ശക്തമായ രീതിയിൽ തന്നെ കോൺഗ്രസിൽ നിലകൊള്ളുകയും ശക്തമായ രീതിയിൽ തന്നെ കോൺഗ്രസിനെ നയിക്കുകയും ഒക്കെ ചെയ്തു അദ്ദേഹം. അങ്ങനെയുള്ള വിനോദ് സെന്നിനെ സ്ഥാനാർത്ഥിയാക്കാതിരുന്നാൽ അത് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് UDF തന്നെയായിരിക്കും. അതുകൊണ്ടാണ് അവർ ശക്തമായ രീതിയിൽ വിനോദ് സെന്നിനെ നെയ്യാറ്റിൻകര സ്ഥാനാർത്ഥിയാക്കി മാറ്റിയിരിക്കുന്നത്. നെയ്യാറ്റിൻകര സ്ഥാനാർത്ഥിയായി അദ്ദേഹം മാറുമ്പോൾ കളിയും കളക്കളങ്ങളും മാറും. എന്തായാലും നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് 2026 CPM തുടർ ഭരണത്തിന് ലക്ഷ്യമിട്ട് നേടുന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനമായ ആണിക്കല്ലിൽ ഒന്നാണ് നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് എന്ന് പൊളിറ്റിക്സ് കേരള പറയും. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ ഒരുപാട് അർത്ഥങ്ങളും അന്തരാർത്ഥങ്ങളും ഒരുപാട് വ്യംഗ്യാർത്ഥങ്ങളും വ്യംഗ്യമല്ലാത്ത അർത്ഥങ്ങളും ഒക്കെ ഉണ്ടാകും. വിനോദ് സെന്നിനെ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ് നെയ്യാറ്റിൻകര പിടിക്കാൻ ഇറങ്ങുമ്പോൾ അത് വലിയൊരു ഓളം തന്നെ ഉണ്ടാക്കും എന്നതും ശ്രദ്ധേയമാണ്. വിനോദ് സെൻ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് നെയ്യാറ്റിൻകരയിൽ. നിറഞ്ഞു നിൽക്കുന്ന വിനോദ് സെന്നിനെ പെട്ടെന്നൊന്നും മറച്ചിടാൻ ആൻസലിനോ അല്ലെങ്കിൽ ഹരീന്ദ്രനോ ഒന്നും കഴിയില്ല. അവരും ടൈറ്റ് ഫൈറ്റിന് ഇറങ്ങേണ്ടി വരും. ചുരുക്കത്തിൽ നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ ടൈറ്റ് ഫൈറ്റ് ഉറപ്പായി കഴിഞ്ഞു. ടൈറ്റ് ഫൈറ്റ് ഉറപ്പായി കഴിയുമ്പോൾ എല്ലാ കണ്ണുകളും ഒരാളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു എന്നതും ശ്രദ്ധേയം. അത് വിനോദ് സെന്നിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു എന്നത് വലിയ പ്രത്യേകത. യുദ്ധങ്ങൾ ഏറെ കണ്ട വ്യക്തിയാണ് വിനോദ് സെൻ. ഒരു കാലത്ത് SFIയുടെ എല്ലാമായിരുന്നു അദ്ദേഹം. പിന്നീട് അദ്ദേഹം CPM വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിക്കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ആണ് തെരഞ്ഞെടുപ്പ് വന്ന് വീണിരിക്കുന്നത്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ്സിന് ഒരൊറ്റ ആളെ കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ പറ്റൂ, വിനോദ് സെന്നിനെ പറ്റി. വിനോദ് സെൻ അവിടെ സജീവമാണ്. വിനോദ് സെൻ അവിടെ സജീവമാണ് എന്ന് മാത്രമല്ല, വിനോദ് സെന്നിന് അവിടെ അടിയുറച്ച ബന്ധങ്ങളുണ്ട്. എന്തായാലും വലിയൊരു പോരാട്ടത്തിന് നെയ്യാറ്റിൻകര സാക്ഷ്യപത്രം നൽകുന്നു. അത് വലിയൊരു പോരാട്ടം തന്നെയാണ്. ആ പോരാട്ടത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു യുദ്ധമാണ്. യുദ്ധം ജയിക്കാൻ ഉള്ളതാണ്, യുദ്ധം തോൽക്കാൻ ഉള്ളതല്ല. അതുകൊണ്ട് തന്നെ എക്സ്ക്ലൂസീവായി പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നു. വിനോദ് സെൻ നെയ്യാറ്റിൻകരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മാറും എന്നല്ല, മാറി. എതിരാളികൾ ശക്തരാണ്. ആൻസലിനോട് എതിരിടാൻ വിനോദ് സെന്നിന് കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരെയും അലട്ടുന്ന ചോദ്യം.